നിന്റെ ആള് വന്നടി. അതിന് അവൻ വന്നത് നിനക്ക് വേണ്ടിയല്ലടി. എന്ന് ഞാൻ വന്നത് അവന് വേണ്ടിയല്ല. ആദ്യമായി എടുക്കേ. ഹായ്. നിന്നോടടി ഹായ് പറയുന്നേ? നിങ്ങള് വേസ്റ്റ് ഫെല്ലോ എന്നാ പറയുന്നേ. എന്റെ അടുത്ത് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറയാൻ പറ പ്ലീസ്. അപ്പ അവനോട് കരയാൻ പറയും. അതെ, നിങ്ങളോട് കരയാനാ പറയുന്നേ. 2 വർഷമായിട്ട് കരഞ്ഞോണ്ടായിരിക്കുന്നത്. ഇനി എത്ര വർഷമാ കരഞ്ഞോണ്ടിരിക്കണ്ടേ? അപ്പൊ 20 വർഷം പുറകോട്ട് പോകാൻ പറ. 20 വർഷം പുറകോട്ട് പോണെന്നാ പറയുന്നേ. എന്നാ 20 വർഷോ? അങ്ങനെ ചെയ്താൽ തന്റെ അച്ഛൻ സമ്മതിക്കോ? എന്തിനാ ചിരിക്കുന്നേ? നിർത്ത്. എന്താടാ? തോക്കാൻ പോടാ. മാച്ചും പോയി, എന്റെ കയ്യിലുള്ള റിങ്ങും പോയി. ഇനി എത്ര റണ്ണാ വേണ്ടത്? 4 റണ്ണ്. 6 അടിച്ചാ നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ 6 അടിക്കാൻ തീരുമാനിച്ചു. 1 ബോൾ പ്ലീസ്. അവൻ ഫിക്സ് ചെയ്തെന്ന്. പോയി ടാർഗറ്റ് ഫിക്സ് ചെയ്. അവൻ പൊക്കോളും. എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്? പേടിച്ചൂറി പോടാ, വിടറാ. എന്റെ റിങ് കിട്ടി. ദൈവമേ, സോറി അളിയാ. ഇപ്പൊ കളിയുടെ തീരുമാനമായില്ലേ? ഓടിക്കളഞ്ഞിട്ട് ഇപ്പൊ കളി കഴിഞ്ഞെന്നാ പറയുന്നത്. പിടിക്കണോനെ. ഹായ് മമ്മി. പോടാ, എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഹായ് അമ്മേ. ഇപ്പൊ ഓക്കെ അല്ലേ? ശരി. അല്ല, അയാള് പോയോ? ഞാൻ നിന്നെ പൊള്ളിക്കും. അച്ഛൻ ഇറങ്ങിയോ? എവിടെയുണ്ട്? അത് ശരി, ഞാൻ പോയിട്ട് പിന്നെ. ദോശ കഴിച്ചിട്ട് പോടാ. ലതാ, നീ ഇവിടെ ഇരുന്ന് കഴിക്കേ. ഇതാ കഴിക്കേ. അവനെന്തേ? ഉണ്ട്, ടിഫിൻ കഴിച്ചുകൊണ്ടിരിക്ക. എപ്പ വരുന്നോ എപ്പ പോകുന്നോ എന്നറിയില്ല. ഇങ്ങനെ എത്ര നാളാ തുടങ്ങി? ഈ കാലത്ത് പിള്ളേര് എത്രയോ പ്ലാനിങ് ഉള്ളവരാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഏത് കോളേജിൽ ചേരണം, ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനം എടുക്കും. ആർക്കാ എയിംസ് ഇല്ലാത്തത്? എനിക്കുണ്ട് എയിംസ്. എയിംസ് വേറെ, ഡ്രീംസ് വേറെ. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രീം, അത് സാധിക്കുന്നതാണ് എയിം. എന്ത് വേണമെങ്കിലേ അതിനൊരു പർപ്പസ് ഉണ്ടാവണം. പർപ്പസ് ഇല്ലെങ്കിലേ എയിം ഒന്നും ഉണ്ടാവില്ല.
വിശക്കുമ്പോഴേ നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നില്ലേ? വിശപ്പാണ് പർപ്പസ്, ഭക്ഷണം കഴിക്കുന്നത് എയിം. ഏയ് വായ മൂടിട്ട് ദോശ കഴിക്കണം. എനിക്കൊന്നും വേണ്ട. ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ല. എന്താ നിങ്ങളും ഇങ്ങനെ? എന്റെ ജീവിതം മുഴുവൻ ആ കടയിൽ തന്നെ തീരും. എന്താ നേടിയത്? ഈ ബിസിനസ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നല്ലാതെ സമ്പാദിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ ഷോപ്പിംഗ് മാൾ വന്നതുകൊണ്ട് ചെറിയ ചെറിയ കടകളിലൊന്നും കച്ചവടം ഇല്ലാതായി. ഇവലും കൂടെ എന്നെ പോലെ ഷോപ്പും തുറന്നു വെച്ച ആര് വരുമെന്ന് കണ്ടറിയാം. സമാധാനമായി AC റൂമിലിരുന്ന് സന്തോഷമായി ജീവിക്കണം. ഇവനിതെല്ലാം എപ്പോ മനസ്സിലാവാനാ? അവൻ അതൊക്കെ പെട്ടെന്ന് മനസ്സിലായിക്കോളും. ചെറിയ പയ്യനല്ലേ അവൻ. അതിനൊക്കെ ഒരു ടൈം വരും. ടൈം വരില്ല ലത, അത് കഴിഞ്ഞു പോകും. ഏതവനാ ഇത്? പറയടാ. എന്താ പരിപാടി? ആരുടെ മുഖത്ത്? എന്റെ മുഖത്ത് ഞാൻ തന്നെ ഓരോന്നായിട്ട്. ഡാടാ ഞാൻ പിന്നീട് വിളിക്കടാ പ്ലീസ്. ബൈ ബൈ. ആ ശരി വരട്ടെ. ശരി ഏട്ടാ. ബൈ. ബൈ. അടിപൊളി. ഏയ് ആരെങ്കിലും ആരും കണ്ടില്ല. ആരും കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ ദൈവമേ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? പിന്നെ കണ്ടാലേ. ദാ, നിന്റെ ഫോൺ പോക്കറ്റിൽ ഇരുന്ന് അടിക്കുന്നു. അത് നിനക്ക് ഇതുവരെ കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ കഥകൾ തട്ടുന്നേ? ആന്റി, നിങ്ങൾക്കിപ്പൊ കല്യാണായി. അവര് ജോലിക്ക് പോയ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? ശിവ, പിന്നെ നിന്റെ ഫോൺ കിടന്ന് അടിക്കുന്നുണ്ടടാ. ശ്ശെ, അതൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാ. ഓ അതാണ് മാറ്റർ അല്ലേ? വേണ്ട ശിവ, നിന്റെ ഫോൺ പിന്നെ കിടന്ന് അടിക്കുന്നുണ്ട്, നോക്ക്. ശ്ശെ. ഇവനെ കൊണ്ട്. ഏയ് എന്താടാ വേണ്ടേ? നിന്റെ ബൈക്കൊന്നും വേണമല്ലോ. ഇപ്പൊ സെറ്റ് ആവില്ല. അതൊക്കെ സെറ്റ് ആയാലേ പറ്റൂ. സെറ്റ് ആവില്ലടാ മച്ചാ. അങ്ങനെയാണെങ്കിൽ അങ്കിള് വീട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ. അങ്കിളോ? ഏതങ്കിള്? നീ ഇപ്പൊ ഒരു ചേച്ചിയുടെ കൂടെ അല്ലേ? ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തിരിച്ചു വരും. ശരിടാ, വരാം. ഇപ്പൊ തന്നെ വരാം. ഏയ് ഏയ്, എന്നെ തിരിഞ്ഞു നോക്കിയല്ലേ മല്ലിക? നിന്റെ ഫ്രണ്ട് എന്നെ തിരിഞ്ഞു നോക്കി. അങ്ങനെയാണോ? ഇല്ല, നോക്കിയില്ലെന്നാ പറയുന്നേ. ഞാൻ കണ്ടെന്നേ, എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അവനെ നോക്കിയില്ല. നിന്നെ നോക്കിയില്ലെന്ന്. പിന്നെ ആരെയാ നോക്കിയത്? വേറെ ആരെയാ? ഇയാളെയാണോ? എത്ര പ്രാവശ്യം പറയണം എന്നെ ഫോളോ ചെയ്ത് വരരുതെന്ന്? ഈവനിങ് വരും, പോയിക്കോ. ഒരു സോഡ തന്നേ. ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ? ആ, തന്റെ പ്രായം എന്താ? താൻ ചെയ്യുന്ന പരിപാടി എന്താ? എന്ത്? എന്തടി നീ കാണിക്കുന്നെ? ആ ചെറിയ പയ്യൻ വരുണിനെ വിട്ടിട്ട് ആ വയസ്സായ കിളവനെയാണോ നോക്കുന്നേ? തന്റെ പ്രായത്തിന് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാനൊക്കെ എന്തുമാത്രം ചെയ്യണം? അദ്ദേഹം എന്റെ അച്ഛനാ. അച്ഛന്? എന്തേ ആയിക്കൂടെ? അയ്യോ, അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ചെറിയൊരു കൺഫ്യൂഷൻ. ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ. രാവിലെ ഒരു ചെറിയ വഴക്ക്, അതുകൊണ്ട് ഞാൻ കഴിക്കാതെയാ വന്ന്. സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് എന്ത് വേണേലും ചെയ്തു തരും. എന്റെ മോളാണ് എനിക്ക് ജീവൻ. അമ്മ പോയതിനു ശേഷം അച്ഛനാ എനിക്കെല്ലാം. ഹീസ് എവരിതിങ് ടു മീ. ശരി, അതിരിക്കട്ടെ. നിനക്കെന്താ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ്? അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഫോളോയിങ്? ചേച്ചി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ. ഇല്ലെങ്കിലും ഓക്കെ. ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാ അടിയോ അടിയോ. അയ്യോ എന്റെ അമ്മേ,
ഇനിയും ഉണ്ടാവില്ലെങ്കിൽ ആ. ഏയ് ആ ഓർമ്മയില്ലേ ഫോളോ ചെയ്ത വെട്ടൂന്നല്ലേ? അടിയോടെ